അതായത് പ്രകൃതിയിൽ ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട്. ഉൽപ്പത്തി ഞങ്ങളുടെ ബൈബിളിൽ പറയുവാണ്, ഉൽപ്പത്തി 1-ാം 28 അധ്യായം എന്ന് പറയുന്നത് പ്രകൃതിയിൽ ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും പഴങ്ങൾ കായ്ക്കുന്ന ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ വൃക്ഷങ്ങളും നിങ്ങൾക്ക് ഞാൻ ഭക്ഷണത്തിനായി തന്നിരിക്കുന്നു. ഭൂമുഖത്തുള്ള എല്ലാ സസ്യജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഇഴജന്തുക്കൾക്കും ആകാശത്തിലെ പറവകൾക്കും ആഹാരമായി ഞാൻ ഹരിതസസ്യത്തെ തന്നിരിക്കുന്നു. അപ്പോൾ അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. അത് സൃഷ്ടിയുടെ 6-ാം ദിവസം ദൈവം നമ്മളോട് അരുളി ചെയ്തതാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വാശ്രയ ജീവിതത്തിൻ്റെ വലിയൊരു മാതൃക ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ് പാലാക്കാരിയായ മോളിയുടെ അടുക്കളയും പുരയിടവും. മഞ്ജു വാര്യർ അവതരിപ്പിച്ച നിരുപമ എന്ന കഥാപാത്രം വെള്ളിത്തിരയിലാണ് ഉണ്ടായത്. എന്നാൽ ഈ മോളി പച്ച ജീവിതത്തിൻ്റെ പച്ചപ്പിലാണ് ജീവിക്കുന്നത്. വെള്ളിത്തിരയിലെ 100 നിരുപമമാർ ഒരു ദിവസം പല റോളിൽ തിളങ്ങുന്ന മോളിപ്പോൾ എന്ന വീട്ടമ്മയ്ക്ക് പകരമാവില്ല. ഭക്ഷ്യവിഭവങ്ങളുടെ സൂപ്പർ മാർക്കറ്റും ജൈവ സംരക്ഷണ പാർക്കും എന്ന് ഈ രണ്ടിടങ്ങളെയും വിശേഷിപ്പിച്ചാൽ അതിശയോക്തിയാവില്ല. ലോകം മുഴുവൻ ഉപരോധിച്ചാലും വർഷങ്ങളോളം പട്ടിണി കിടക്കാതിരിക്കാനുള്ള അത്ര ഭക്ഷ്യവിഭവങ്ങൾ കൃഷി ചെയ്ത് അടുക്കളയിൽ ഉണക്കി സംസ്കരിച്ച് സൂക്ഷിച്ചിരിക്കുന്നു. ജീവനുള്ള മണ്ണിൽ ജീവനുള്ള കൈകൊണ്ട് ജീവനുള്ള വസ്തുക്കൾ നട്ടുപിടിപ്പിക്കുകയാണ് മോളിപ്പോൾ. 28 വർഷത്തെ മോളിപ്പോളിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കഥയാണ് ഈ ലക്കം കാഴ്ചപ്പതിപ്പിൽ. എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം. മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ് അനശ്വരമാക്കിയ ഹൗ ഓൾഡ് ആർ യു എന്ന സിനിമ കണ്ട ലോകത്തിലെ ഏതെങ്കിലും പ്രേക്ഷകർക്ക് അറിയുമോ യഥാർത്ഥ നിരുപമ രാജിയും ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന്? കഥാപാത്രത്തെ വെല്ലുന്ന ജീവിതസാക്ഷ്യമായ പാല, ഭരണങ്ങാനം, മേലമ്പാറ, വടക്കേ തോണിക്കുഴിയിൽ മോളിപ്പോളിനെ മഞ്ജു വാര്യരും അറിയാനിടയില്ല. നിരുപമയെപ്പോലെ വെള്ളിത്തിരയിലെ വെറുമൊരു കഥാപാത്രമല്ല മോളി. പച്ച ജീവിതത്തിന്റെ പച്ചപ്പിലാണ് ഈ മോളി ജീവിക്കുന്നത്. മേലമ്പാറയിലെ ഈ കുഞ്ഞു വീടിനു ചുറ്റും ഫലവൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും പൂക്കളും പൂമ്പാറ്റകളും അരുവികളും എന്നു വേണ്ട കാഴ്ചയിൽ ഒരു വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണെന്നേ ആർക്കും തോന്നൂ. വലിയൊരു വനത്തിനുള്ളിൽ ചെറിയൊരു കിടപ്പാടം. ഈ 2.5 ഏക്കർ കൃഷിത്തോട്ടത്തിൽ ഉപ്പ് മാത്രമേ ഇനി വിളയിക്കാനുള്ളൂ. 28 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ നേർക്കാഴ്ചയാണ് മോളിയുടെ പുരയിടവും അടുക്കളയും. അപ്പോൾ ഇവിടെ കാണുന്ന ഈ പാറയും നമ്മൾക്ക് കൃഷിയിടമാക്കാമെന്ന് തെളിയിച്ച ഒരു വീട്ടമ്മയാണ് ഞാൻ. ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ എൻ്റെ പരീക്ഷണശാല, ഞാനാണ് ഒരു സയൻറ്റിസ്റ്റ്. അല്ലാതെ ഞാൻ ഒരു കാർഷിക കോളേജിലൊന്നും പോയി പഠിച്ചതല്ല. ഞാനൊരു സുവോളജിയോ ബോട്ടണിയോ എടുത്ത് പഠിച്ച ഒരാളല്ല. പക്ഷേ എൻ്റെ സ്വന്തം ബുദ്ധി തോന്നിയ ഐഡിയ വെച്ച് ഞാൻ കൃഷി ചെയ്തു. എനിക്ക് എൻ്റെ മണ്ണിൽ കൃഷി ചെയ്താൽ ഇങ്ങനെ പ്രതിഫലം കിട്ടുമെന്നുള്ള ആ ധൈര്യത്തിൽ ഞാൻ ചെയ്തതാണ്. അപ്പം ഇത്തിരി പോകുന്ന ഈ മണ്ണിൽ ഞാൻ കൃഷി ചെയ്ത് ഒരു ചെടി നട്ട് അത് എന്നിലും ഹൈറ്റിൽ പോയിരിക്കുന്നു. അപ്പം പാറയിലും ഉണ്ടാവും എന്ന് തെളിയിച്ചാണ്. ഈ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന സാധനങ്ങൾ മുഴുവൻ പാറയുടെ ഇത്തിരി പോകുന്ന മണ്ണിൽ നട്ടിരിക്കുന്നതാണ്. ഒരു യഥാർത്ഥ വീട്ടമ്മ എന്നാൽ അത് മോളി എന്നാവും ഇവിടെ സന്ദർശിക്കുന്ന ആർക്കും തോന്നുക. ഒരു സ്ത്രീ യഥാർത്ഥ അമ്മയാവുന്നത് അവളൊരു കർഷകയാകുമ്പോഴാണെന്ന് മോളി സാക്ഷ്യപ്പെടുത്തുന്നു. അതെ, അമ്മയ്ക്കാണ് റോള് തീർച്ചയായിട്ടും. ഭൂമിദേവി പുഷ്പിണിയാകണം. അത് നമ്മൾ ഇന്നത്തെ ഗാനങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ഗാനത്തിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ട്. പണ്ട് വയലാർ പാടിയിരുന്ന ഭൂമിദേവി പുഷ്പിണിയായി കാമധേനുവിന് ഉത്സവമായി. അപ്പോൾ ഭൂമിദേവി പുഷ്പിണിയാകണം, കാമധേനുവിന് ഉത്സവമായി. അപ്പോൾ അതിലൊരു അർത്ഥമുണ്ടത് കാമധന്. അപ്പം നമ്മൾ തരിശായി കിടക്കുന്ന ഭൂമിയെ നമ്മൾ കൃഷി ചെയ്യാതെ ഭൂമിക്ക് പുഷ്പിണിയാകണം. അതായത് അവൾ മച്ചുറാകുന്ന ഒരിതാണ് ഭൂമിദേവി നമ്മൾ അത് പുഷ്പിണിയാക്കുമ്പോൾ അവൾ മച്ചുറായ എന്നുള്ളതാണ്. അതപ്പോൾ ആ ഒരു സ്ത്രീയെ നമ്മൾ പണ്ട് ചില വീടുകളിലൊക്കെ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാതെയൊക്കെ നിർത്തുന്ന പോലെയാണ് നമ്മൾ ഭൂമിയെ നമ്മൾ കൃഷി ചെയ്യാതിടുമ്പോൾ വിവാഹം കഴിപ്പിക്കാതെ പെൺകുട്ടികളെ വീട്ടിൽ നിർത്തുന്നതിന് തുല്യമാണ്. നമ്മൾ ഭൂമിയെ അങ്ങനെ ഇടരുത്. ഭൂമിയെ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്.
അപ്പോൾ ആ അമ്മ അവർക്ക് നമ്മൾ ഈ ഭൂമുഖത്ത് മനുഷ്യർ ജീവിക്കുന്ന പോലെ അവർക്ക് പുഷ്പിണിയാകണം അതിനുള്ള. അപ്പോൾ ആ ഭൂമി പുഷ്പിണിയായാലുള്ള കാമധേനുവിന് ഉത്സവം, അതായത് പശുവിന് തീറ്റകളായി, അങ്ങനെ അതൊരു പ്രകൃതിയാണത്. അതുകൊണ്ട് പ്രകൃതി എന്ന് പറയുന്നത് ഇതുകൊണ്ട്. 2017 ലോകത്തിലെ ജൈവ കർഷക പ്രതിഭകളുടെ രാജ്യാന്തര സമ്മേളനം നടക്കുകയാണ് ഡൽഹിയിൽ. അതിലേക്ക് പ്രബന്ധം അവതരിപ്പിക്കാൻ ക്ഷണിക്കപ്പെട്ട വീട്ടമ്മയാണ് മോളി. ഒരു രാജാവ് ഒരു വയൽവരമ്പിലൂടെ നടന്നു വരുമ്പോൾ ഒരു ബ്രാഹ്മണനെതിരെ വരുവാണെങ്കിൽ ബ്രാഹ്മണന് രാജാവ് വഴിമാറി കൊടുക്കണം. ഒരു ബ്രാഹ്മണന് നേരെ വരുന്നെങ്കിൽ ഒരു കൃഷിക്കാരൻ നേരെ പോവുക, ബ്രാഹ്മണനെതിരെ വരുവാണെങ്കിൽ ബ്രാഹ്മണൻ കൃഷിക്കാരന് മാറിക്കൊടുക്കണം. അതാണ് കൃഷിക്കാരൻ എന്ന് പറയുന്നത്. കാരണം അവനെ മാറ്റി നിർത്താൻ ഒരു ഏത് ഉന്നത സ്ഥാനങ്ങളിലുള്ളവനോ സാധ്യമല്ല. പിന്നെ കൃഷിക്കാരൻ വഴിമാറി കൊടുക്കുന്ന ഒരേ ഒരു സാഹചര്യം, ഒരു ഗർഭിണി നേരെ വഴിയെ വരുവാണ്, വയൽവരമ്പിലൂടെ വരുവാണെങ്കിൽ കൃഷിക്കാരന് ഗർഭിണിക്ക് വേണ്ടിയിട്ട് പണി കൊടുക്കും. അപ്പം അതിന് ഒരു യുധിഷ്ഠിരനെ മരിച്ച് പോയപ്പോൾ സ്വർഗത്തിൽ പോയി, യുധിഷ്ഠിരനൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടിയെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് യുധിഷ്ഠിരൻ വാശി പിടിച്ചു. പട്ടിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇവനെ മനുഷ്യനായിട്ട് ഭൂമിയിൽ പോയി കൃഷി ചെയ്തിട്ട് ഇവനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം സ്വർഗത്തിൽ സ്ഥാനമുള്ളത് കൃഷിക്കാരന് മാത്രമേ ഉള്ളതെന്നാണ്. മാലോകരെ തീറ്റിപ്പോറ്റുന്ന കർഷകന് സ്വർഗത്തിലാണ് സ്ഥാനം. ശുദ്ധമായ ആഹാരം മനസ്സിനെയും ശുദ്ധമാക്കുമെന്നാണ് അനുഭവം മോളിയെ പഠിപ്പിച്ചിരിക്കുന്നത്. മകളെ ഒറ്റയ്ക്ക് അച്ഛൻ്റെ അടുത്ത് വിട്ടിട്ട് പോവാൻ പറ്റാത്ത അവസ്ഥയിലേക്കും കാമുകനൊപ്പം പോകാൻ അമ്മ കുഞ്ഞിൻ്റെ ജീവനെടുക്കുന്നതിലേക്കുമൊക്കെ കേരളത്തെ നയിച്ചതിൽ വിഷം കലർന്ന ആഹാരങ്ങൾക്കും പങ്കുണ്ടെന്ന് മോളി വിലയിരുത്തുന്നു. രാസവളം ഇന്നേക്ക് മാത്രമാണെന്ന തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. അതിൽ നിന്നും വരും തലമുറയെ രക്ഷിക്കുക എന്ന ദൗത്യമാണ് ഈ വീട്ടമ്മയുടെ കഠിനാധ്വാനത്തിന് പിന്നിലെ ഒരേ ഒരു ലക്ഷ്യം. നമ്മളുടെ ജീവൻ പോലെയാണ് മറ്റുള്ളവരുടെ ജീവൻ എന്ന് അവർ കരുതി ജീവിച്ചിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ ഇന്നതല്ല. അവനവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അവനവനും നല്ല രീതിയിൽ ജീവിക്കുന്നില്ല, ഈ വിഷമുള്ളത് വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് ആരും സത്യത്തിലും അതാണ് മനുഷ്യൻ വഴിതെറ്റിപ്പോകാനുള്ള ഏക കാരണം. മനുഷ്യൻ വഴിതെറ്റിപ്പോയത് അവൻ്റെ ആഹാരശീലത്തിലും അവൻ്റെ കൃഷിരീതിയിലും വന്ന മാറ്റങ്ങളിലൂടെയാണ്. അപ്പം അത് തിരികെ കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും കൃഷിയിലേക്ക് വരണം, പ്രത്യേകിച്ചും ജൈവ കൃഷിയിലേക്ക് വരണം. മോളിയുടെ പുരയിടത്തെ ഒരു ജൈവ സംരക്ഷണ പാർക്ക് എന്ന് വിശേഷിപ്പിച്ചാൽ അതിശയോക്തിയാവില്ല. പറമ്പിൽ വിളയുന്നത് 80-ലധികം ഭക്ഷ്യവിഭവങ്ങൾ. അരി, മഞ്ഞൾ, റാഗി, കറിപ്പൊടികൾ എന്നിവ വീട്ടിൽ തന്നെ കഴുകി ഉണക്കിപ്പൊടിച്ച് തയ്യാറാക്കുന്നു. നെല്ല്, കുരുമുളക്, കാപ്പിക്കുരു, കുടംപുളി, എള്ള്, ഉഴുന്ന്, മുതിര, ചേന, ചേമ്പ്, കാച്ചിൽ, പച്ചക്കറികൾ, 15 തരം വാഴകൾ, 16 തരം ഇലക്കറികൾ, 5 തരം പാവയ്ക്ക, വഴുതനങ്ങ, മരവെണ്ടയ്ക്ക, വിവിധ തരം കപ്പ, എയർ പൊട്ടറ്റോ എന്നറിയപ്പെടുന്ന അടതാപ്പ് എന്നുവേണ്ട ഔഷധ സസ്യങ്ങളുടെ കലവറ വേറെയും. അതിൽ ആടലോടകം, ലക്ഷ്മി തരു, വയമ്പ്, പനിക്കൂർക്ക, കുറ്റിപ്ലാങ്ങൽ തുടങ്ങിയ അമൂല്യ ശേഖരവും മോളിയുടെ തോട്ടത്തിലുണ്ട്. ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത സസ്യജാല വിസ്മയങ്ങൾ. വരും തലമുറകൾക്കു വേണ്ടി ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണവും മോളി ഏറ്റെടുത്തിരിക്കുന്നു. ഇത് 10,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന മഴവെള്ള സംഭരണിയാണ്. പാഴായി പോകുന്ന വെള്ളത്തെ നമ്മൾ വേനൽക്കാലത്ത് വേനൽ രൂക്ഷമായി കഴിയുമ്പോൾ വെള്ളത്തിന് ക്ഷാമം വരും. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. അപ്പോൾ അത് വീടിൻ്റെ ഈ ഭാഗത്ത് പൈപ്പ് വെച്ചിട്ട് അതിലൂടെ വെള്ളം പിടിക്കും. പിന്നെ വർഷത്തിൽ ഞങ്ങൾക്ക് മുറ്റത്തൊരു അരുവിയുണ്ട്. ആ അരുവിയിലൂടെ വെള്ളം ഒഴുകി പോകുന്ന പാഴായി പോകുന്ന വെള്ളം നമ്മൾ ഇതിനകത്തൂടെ ഓസിട്ട് നമ്മളിത് നിറച്ചിടും. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്കില്ലാത്ത സമയത്ത് ഉപയോഗിക്കാം, കൃഷിക്ക് എടുക്കാം, വീട്ടാവശ്യത്തിന് എടുക്കാം, അങ്ങനെയുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിന് ക്ഷാമമില്ല. അപ്പം പശു, കോഴി, മീൻ, തേനീച്ച വളർത്തൽ ഇതിനെല്ലാം പുറമെയാണ്. ഈ പുരയിടത്തിലെ ഒരു പുൽനാമ്പിനെ പോലും പറയാനുണ്ടാവും മോളിയുടെ കഠിനാധ്വാനത്തിന്റെ കഥ. പാറയുള്ളിടത്ത് ചെടി വളരില്ലെന്ന് പലരും പരിഹസിച്ചു. പക്ഷേ പാറയുടെ മണ്ണുള്ള ഭാഗത്ത് ചെടികൾ നട്ടു വളർത്തിയും ആക്രിക്കടയിൽ നിന്നും കിട്ടുന്ന പഴയ ഫ്രിഡ്ജിന്റെ ചട്ടക്കൂടിൽ മണ്ണ് നിറച്ചും
ചെടികളും പയറും കപ്പയും വെണ്ടയുമെല്ലാം മോളി വിളയിച്ചെടുത്തു. ചാണകവും ചാരവും അഴുകിയ ഇലകളും മാത്രം വളമായിടുന്ന കൃഷിരീതിയാണ് പിന്തുടരുന്നത്. അതിനായി മുന്തിയ ഇനം പശുക്കളും വീട്ടിലുണ്ട്. ഇതിന് ഒരു 95 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുള്ളൂ. ഇതിന് അത്രയുള്ള ഈ പശുവിൻ്റെ ഇത്. പിന്നെ ഇതിൻ്റെ ചാണകം എന്ന് പറയുന്നത് നമ്മൾ ഈ ചാണകത്തിൻ്റെ ഇതിൽ നിന്ന് കാസർഗോഡൊക്കെ 28 പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ടൂത്ത് പേസ്റ്റ്, ഫേസ് വാഷ്, അങ്ങനെയുള്ള ഈ ചാണകത്തിൽ നിന്ന് അത്രയും ഔഷധമാണ്. ഇതിന് ചാണകത്തിന് മണമില്ല. നമുക്ക് കയ്യിലെടുത്താൽ നല്ല നെയ്യ് പോലെ ഇരിക്കും. എണ്ണമയമാണ് അതുകൂടെ. അപ്പോൾ ഇതിന് നമ്മളെ സാധാരണ പശുവിൻ്റെ ചാണകത്തിൽ 1 ഗ്രാമിൽ 75 ലക്ഷം സൂക്ഷ്മമൂലകങ്ങളുള്ളൂ. ഇതിനകത്ത് 5 കോടി സൂക്ഷ്മമൂലകങ്ങളാണ് ഇതിൻ്റെ ചാണകത്തിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചാണകം ഉപയോഗിക്കുമ്പോൾ നമ്മൾ മണ്ണിന് ഒരുപാട് വളങ്ങളാണ് ചെല്ലുന്നത്. നമ്മളപ്പം വേറെ ഒരു രാസവളം കീടനാശിനി ഒന്നും തളിക്കാനുള്ള ഫലമല്ല കിട്ടുന്നത് നമുക്ക് ഇതിൻ്റെ ചാണകത്തിന്. മോളിയുടെ കുടുംബ വീടായ ചെർപ്പുങ്കലാണ് നെൽകൃഷിയുള്ളത്. വിളവെടുപ്പിന് ശേഷം ഇവിടെ ധാന്യങ്ങൾ നടും. ആ നെല്ലും ധാന്യവുമെല്ലാം വർഷകാലത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഒരു യുദ്ധമുണ്ടായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും ഒരു ക്ഷാമമില്ല. കാരണം എന്ത് എൻ്റെ കൃഷിയിടത്തിലുണ്ടോ അത് എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അരിയായിട്ടും പച്ചക്കറികൾ ഉണങ്ങിയായിട്ടും പിന്നെ പഴവർഗ്ഗങ്ങൾ ഉണങ്ങിയും അങ്ങനെ എല്ലാം പഴമയുടെ പുതുമയിൽ ജീവിക്കുന്ന ഒരു വീട്ടമ്മ. അപ്പോൾ ഈ നെൽകൃഷിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ളവർക്കെല്ലാം ചോദിക്കുന്ന വട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഇത് പുഴുങ്ങി ഉണങ്ങി അരിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളോട് ഇത് നെല്ലെന്താ ഇത് അരി എവിടെ നിന്നാണ് കിട്ടുന്നത് ചോദിച്ചാൽ കുട്ടികൾക്ക് ആർക്കും അറിയത്തില്ല, ഇന്നത്തെ കുട്ടികൾക്ക്. അല്ലെങ്കിൽ അത് പിന്നെ അവർ ചോദിക്കുന്ന അരിവിത്ത് പിന്നെ ഈ നെല്ലെടുത്ത് കാണിക്കുവാണെങ്കിൽ അവർ പറയുന്നത് നെല്ലിൻ്റെ ഇതാണെന്ന് പറയുന്നത്. നെല്ല് കായാണ്. അതാ ഇതിൽ നിന്ന് അരി എടുക്കുന്നതെന്നുള്ളവർക്ക് അതിന് നെല്ലെന്ന് പറയാനൊന്നും അവർക്ക് അറിയത്തില്ല. ആയിരത്തി 1987 കല്യാണത്തോടെയാണ് എല്ലാത്തിനും തുടക്കമായത്. 1/4 നൂറ്റാണ്ടിന് മുൻപ് പാലാ ഭരണങ്ങാനത്ത് മേലമ്പാറയിലെ ഈ വീട്ടിലേക്ക് ഫോട്ടോഗ്രാഫറായ പോൾ മാനുവലിന്റെ ഭാര്യയായി വരുമ്പോൾ ഇവിടെയെല്ലാം റബ്ബറായിരുന്നു. വീട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും തന്നെയാണ് മോളിയെയും ഒരു ഉത്തമ കർഷകയാക്കി മാറ്റിയത്. ഡിഗ്രി വിദ്യാഭ്യാസം മാത്രമുള്ള മോളി സയൻസോ കൃഷിശാസ്ത്രമോ ഒന്നും പഠിച്ചിട്ടില്ല. അനുഭവം ഗുരു, ആവശ്യങ്ങൾ വഴികാട്ടിയുമായി. ഈ വീടും പരിസരവും ഒരു ഗവേഷണശാലയാണ്. മോളി ഒരു ഗവേഷകയും. അപ്പോൾ ഒന്ന് നമ്മൾക്ക് പൈസ നമുക്ക് ലാഭിക്കാം. നമ്മൾക്ക് നമ്മുടെ കൈ കാശുണ്ടെങ്കിൽ നമ്മൾക്ക് അപ്പം നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മൾക്ക് എല്ലാം വാങ്ങാനുള്ള ഒരു ഇത് തോന്നിയപ്പോൾ അങ്ങനെ ഇറങ്ങിയതായിരിക്കണം. ഇതുകൊണ്ട് പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്ക് സ്വയം പിന്നെ അന്നൊന്നും ഈ വിഷത്തെക്കുറിച്ച് ഇത്രയും അറിയത്തില്ല. കാരണം നമ്മളൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ജീവിച്ചപ്പം വിഷമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ വിഷം എന്നും പറഞ്ഞ ഒരു ഇതില്ല. പിന്നെ അല്ലേ ഇങ്ങോട്ടെല്ലാം പിന്നെ എൻ്റെ വീട്ടിലെ ഒരു സാധനം മേടിക്കില്ല. എല്ലാ കൂട്ടവും വീടുകളിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിന് നേരെ വിപരീതമായി കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങി. അപ്പം നമ്മൾക്ക് വേണ്ടുന്നത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാമെന്ന് എല്ലാം ഒരു സംതൃപ്തിയല്ലേ. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് ഇറങ്ങുന്നതാണ് ഏറ്റവും മാനസിക സന്തോഷം കിട്ടുന്നത്. 2014 കോട്ടയം ജില്ലയിലെ മികച്ച ജൈവ കർഷകർക്കുള്ള അവാർഡ് മോളിയെ തേടിയെത്തി. പുരയിടത്തിൽ നിന്ന് അടുക്കളയിലേക്ക് കയറിയാൽ ഇപ്പോൾ ഏതമ്മമാരും അന്വേഷിച്ചു പോകുന്ന ഹൈടെക് അടുക്കള മോളിയുടെ ഈ കുഞ്ഞു വീടിന്റെ വൃത്തിയുള്ള അടുക്കളയുടെ 7 അയലത്ത് വരില്ല. മികച്ച അടുക്കളത്തോട്ടം അവാർഡ് മോളിക്കായിരുന്നു. അടുക്കളയിൽ കയറിയാൽ പഴമയിലേക്ക് നാം തിരിച്ചു പോകും. ലോകം മുഴുവൻ ഉപരോധിച്ചാലും ഒരു യുദ്ധം വന്നാലും മോളിയെയും കുടുംബത്തെയും തോൽപ്പിക്കാനാവില്ല. വർഷങ്ങളോളം കഴിക്കാനുള്ളത്ര ഭക്ഷണം ഉണക്കി സൂക്ഷിച്ചിരിക്കുന്നു. ഇത് കുരുമുളക് ഉണങ്ങിയത്, എള്ളുണങ്ങിയത്, കാന്താരിമുളക് ഉണങ്ങിയത്, മഞ്ഞൾ ഉണങ്ങിയത്, ചക്ക ഉണങ്ങിയത്, കപ്പ, വെള്ളുകപ്പ, ചക്കുക്കുരു ഉണങ്ങിയത്, പാവയ്ക്ക ഉണങ്ങിയത്, കോവയ്ക്ക ഉണങ്ങിയത്, ചുക്ക് ഉണങ്ങിയത്, മുതിര,
പയർ, ചിലിമ്പിക്ക ഉണങ്ങിയത്, കാപ്പിക്കുരു, അടുക്കളയോട് ചേർന്ന് വറ്റാത്ത ഒരു നീരുറവ. തണുത്ത ശുദ്ധമായ ജലം ഇവിടുന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെയാണ് കോട്ടയം ജില്ലയുടെ 60ാം വാർഷികം പ്രമാണിച്ച് മികച്ച വൃത്തിയുള്ള അടുക്കളയായി മോളിയുടെ ഈ പഴയ അടുക്കള തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് കാണാൻ ജൈവകൃഷിയുടെ അംബാസഡറായി മാറിയ നടൻ ശ്രീനിവാസൻ വരെ എത്തിയത് മോളിക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഗവേഷകരുണ്ട്. ഇന്ത്യയുടെ യുദ്ധവിമാനം ഉണ്ടാക്കുന്ന മേധാവി ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ സ്കൂളിന് MG യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ, പിന്നെ സ്കൂളുകളിൽ നിന്ന് കോളേജിൽ നിന്ന് പഠന വിസിറ്റായിട്ടോ വരുന്നത്. അപ്പോൾ MG യൂണിവേഴ്സിറ്റി സ്ഥിരം ഒരു പഠന വിസിറ്റായിട്ട് നമ്മുടെ വീട് വെച്ചിരിക്കുകയാണ്. കാരണം കൃഷി കഴിഞ്ഞ വർഷം നമ്മൾ അന്താരാഷ്ട്ര കൃഷി വർഷമായിട്ട് നമ്മൾ ആചരിച്ചു. അന്ന് UN പറഞ്ഞത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കാർഷിക സമ്പന്നതയും സൗന്ദര്യവും എല്ലാം നമ്മൾക്ക് തിരികെ പിടിക്കണം. അതാണ് അവർ നമ്മളോട് ഉന്നയിച്ച അതിൻ്റെ ലക്ഷ്യം, പിന്നെ കുടുംബകൃഷി വർഷത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അത് ഓൾറെഡി എൻ്റെ കൃഷിയിടത്തിൽ നടപ്പാക്കിയെന്നാണ് ഈ ഫാക്കൽറ്റികൾ പറയുന്നത്. കാരണം ഇങ്ങനെ ഹില്ലി ഏരിയയിൽ ഇത്രയും ഫലസമൃദ്ധമായിട്ട് ഇങ്ങനെ എല്ലാം കൃഷി ചെയ്തുണ്ടാക്കുന്നത്, അത് പിന്നെ അതുപോലെ അവരുടെ കൃഷി രീതി മണ്ണിനെ ഇങ്ങനെ പൊതയിട്ട് സംസ്കരിക്കുക, പിന്നെ മണ്ണൊലിപ്പ് തടയുക, ഇതൊക്കെയാണ് അവരുടെ ആ ഇത്. പക്ഷേ അതെല്ലാം ഞാൻ ഓൾറെഡി എൻ്റെ കൃഷിയിടത്തിൽ നടപ്പാക്കി കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. ഭരണങ്ങാനത്ത് അൽഫോൺസ സ്റ്റുഡിയോ നടത്തിയിരുന്ന എല്ലാ സഹായത്തിനും കൂടെയുള്ള പോൾ മാനുവലിന് ഹാർട്ടിന് സ്ട്രോക്ക് വന്നപ്പോൾ വീട്ടിലെ ഭാരിച്ച കാര്യങ്ങളും മോളിയുടെ ചുമലിലായി. ആശുപത്രിവാസവും ഭർത്താവിന്റെ പരിചരണവും കൃഷിക്കാര്യങ്ങളുമെല്ലാം ഒരു മടുപ്പുമില്ലാതെ മുന്നോട്ട്. ഒരു ദിവസം ഒരുപാട് റോളുകളിൽ ജീവിച്ചുകൊണ്ടാണ് ഈ വീട്ടമ്മ ലോകത്തിന് തന്നെ മാതൃകയാവുന്നത്. രണ്ട് പെൺമക്കൾ, റിയ, ഫാഷൻ ഡിസൈനറായ റീബ, കൊച്ചുമക്കൾ, മരുമക്കൾ, അവരെല്ലാം മോളിയുടെ കഠിനാധ്വാനത്തിലും നേട്ടങ്ങളിലും അഭിമാനിക്കുകയാണ്. അസുഖബാധിതനാണെങ്കിലും പോൾ എപ്പോഴും സദാ മോളിയുടെ കൂടെയുണ്ട്, എല്ലാ സഹായത്തിനും. മുറ്റത്ത് വിടരുന്ന ഓരോ വർണ്ണങ്ങളും പോളിന്റെ ക്യാമറയിൽ പതിയുന്നു. അത് നിറമുള്ള ഓർമ്മകളായി മാറുന്നു. അടുക്കളയും പുരയിടവുമെല്ലാം ഇങ്ങനെയാക്കിയെടുത്തതിന് പിന്നിൽ നല്ല മനസ്സ് തന്നെയാണ്. നല്ല ഭക്ഷണം കഴിച്ചാൽ 4-ാം ദിവസം അതിൻ്റെ ഫലമറിയാം. രാസവളം ഉപയോഗിച്ചുള്ളതാണെങ്കിൽ അതും. ഇപ്പോഴത്തെ എല്ലാ അക്രമങ്ങൾക്കും അനീതികൾക്കും കാരണം രാസവള പ്രയോഗമാണെന്ന് മനം നൊന്ത് വിലപിക്കുകയാണ് ഈ വീട്ടമ്മ. അതുതന്നെയാണ് കൃഷിയുടെ നന്മയിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനവും. അപ്പോൾ ഇന്നത്തെ ഒരു ആവശ്യമുള്ളൂ രാസവളം കൊണ്ടുള്ള കൃഷി. അപ്പോൾ ഇന്നിപ്പം നമ്മൾ വിളവെടുത്തു, അത് നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് കൈമാറേണ്ടതാണെന്നില്ല. അപ്പം ജൈവകൃഷി എന്ന് പറയുമ്പോൾ അത് നാളേക്കും കൂടെ വേണ്ടി അനന്തര തലമുറയ്ക്ക്, ഇപ്പം പിച്ച വയ്ക്കുന്ന കൊച്ചു കുഞ്ഞിനും അവൻ്റെ കുഞ്ഞിനും ജീവിക്കാനുള്ള അവകാശം നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ഇനി ഉണ്ടെന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ജൈവകൃഷിയെ ചെയ്യാവുള്ളൂ. അത് കാരണം നമ്മൾ അനന്തര തലമുറയ്ക്ക് അത് കൈമാറണം. നമ്മൾ ശാപഭൂമിയായിട്ട് നമ്മൾ ഒരിക്കലും കൈമാറരുത്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഭൂമി നമ്മൾ അതേപോലെ ആ മണ്ണിൻ്റെ ഊർവികരത നഷ്ടപ്പെടാതെ നമ്മൾ അനന്തര തലമുറയ്ക്ക് കൈമാറണം. തൻ്റെ അനുഭവം വരും തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുകയും അവർക്ക് പകർന്നു നൽകുകയും ചെയ്യുകയാണ് മോളി. കുടുംബത്തിലെ ജോലി തിരക്കിനിടയിലും കുട്ടികൾക്ക് ക്ലാസുകൾ എടുക്കുന്നു. കാർഷിക കോളേജുകൾ, സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ എന്നിവിടങ്ങളിൽ സ്വാശ്രയ കൃഷിജീവിതത്തെക്കുറിച്ച് ക്ലാസുകൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മോളിയുടെ ഈ ചെറിയ വനത്തെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഗവേഷണ പഠനത്തിനായി ഉപയോഗിക്കുന്നത്. MG യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ MR ഉണ്ണിയും സംഘവും നിരവധി തവണ ഇവിടെ സന്ദർശനം നടത്തി. ഇതിനോടകം നിരവധി സെമിനാറുകളിൽ പങ്കെടുത്ത ഈ വീട്ടമ്മയുടെ ഇപ്പോഴും മറക്കാനാവാത്ത അനുഭവം പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ക്ലോഡ് അൽവാരിസ് തൻ്റെ വീട് സന്ദർശിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സന്തോഷം, അത്ഭുതം, ക്ഷണം ഒന്നും വിശ്വസിക്കാനാവുന്നില്ല മോളിക്ക്.
അപ്പോൾ അത് എൻ്റെ ഒരു പ്രസംഗത്തിനിടയിൽ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ജോലികളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു 6 പേരുടെ ജോലിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ മാഡം എന്താ പറയുന്നതെന്ന് സയൻറ്റിസ്റ്റ് അടുത്തുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് മാഡം ഇതൊക്കെയാണ് പറയുന്നത് പറഞ്ഞു. എങ്കിലും എനിക്ക് ആ മാഡത്തിൻ്റെ വീട് കാണണമെന്ന് പറഞ്ഞു. കാരണം എല്ലാവരും പ്രസംഗിക്കും, പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നവർ ചുരുക്കമാണ്. അപ്പോൾ അത് ശരിയാണോ ഇല്ലയോ എന്നറിയണം. അപ്പോൾ അങ്ങനെ ആ സയൻറ്റിസ്റ്റ് ഇവിടെ വന്ന് കണ്ടു. അപ്പം സയൻറ്റിസ്റ്റ് പറഞ്ഞത് ലോകത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ ഇല്ലെന്നാണ് പറഞ്ഞത്. കാരണം അതെൻ്റെ ജീവിതത്തിൽ വലിയ മറക്കാനാവാത്ത വലിയൊരു സംഭവമാണ്. കാരണം പിന്നെ എന്നെ ഇത്രയും ഓൾ ഓവർ ദി വേൾഡിൻ്റെ ഒരു മീറ്റിന് എന്നെ ക്ഷണിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഈ എളിയ ഗ്രാമത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ദൈവം ഒരു ഇത് തന്നത് എന്നിൽ മറക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു അനുഭവമാണത്. സാധാരണ നാട്ടിൻപുറത്തെ ഈ വീട്ടമ്മ 2 വർഷത്തിന് ശേഷം 2017 മെയ് 14 നടക്കുന്ന ലോക ജൈവ കർഷക പ്രതിഭകളുടെ രാജ്യാന്തര സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിക്കും എന്നുകൂടി അറിയുക. ആരെയും അതിശയിപ്പിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാവും അത്. അതിലുപരി മോളിയിലൂടെ ഭാരതത്തിലെ കർഷകരായ ഓരോ അമ്മമാർക്കും അഭിമാനിക്കാം. നല്ല അമ്മമാർ വരും തലമുറയ്ക്കായി നല്ലത് സമ്മാനിക്കണം. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങുക. മണ്ണാണ് നമ്മൾ. അത് നമ്മൾ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ഇപ്പം നാളെ ഇന്ന് വരെ മോളിപ്പോൾ മരിച്ചു, നാളെ ഞാൻ പുഴുവാണ്. മണ്ണിലേക്ക് തന്നെ പോവുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുക. മണ്ണിൽ നിന്നും പൊന്നു വിളയിക്കുന്നവരുടെ മനസ്സുകൾക്കും അതിൻ്റെ വിശുദ്ധിയുണ്ടാകുന്നു. രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല ശീലങ്ങളെയും മലീമസമാക്കുകയാണ്. തീന്മേശകളിൽ കോർപ്പറേറ്റ് ഭക്ഷണങ്ങൾക്ക് പകരം നമ്മുടെ സ്വന്തം ദോശയും ഇഡ്ഡലിയും സാമ്പാറും പുട്ടും പഴവുമെല്ലാം നിരക്കട്ടെ. അപ്പോൾ മാറുക നമ്മൾ മാത്രമല്ല, വരും തലമുറകൾ കൂടിയായിരിക്കുമെന്ന് മറക്കാതിരിക്കുക. ആ മാറ്റത്തിന്റെ പതാകവാഹകരാകാൻ ഒരു മോളിയല്ല, ഒരുപാട് മോളിമാർ ഉണ്ടാവട്ടെ. ശുദ്ധമായ ആഹാരം മനസ്സിനെയും ശുദ്ധമാക്കുമെന്നാണ് അനുഭവത്തിലൂടെ മോളി പോൾ പറഞ്ഞു തരുന്നത്. രാസവളം ഇന്നേക്ക് മാത്രമാണെന്ന തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. താൻ വിളയിക്കുന്നതും വിൽക്കുന്നതും വിഷമാണെന്നും നാളെ തൻ്റെ വരും തലമുറയെ അത് ഇല്ലാതാക്കുമെന്നും ഭക്ഷ്യവസ്തുക്കളിൽ മയം കലർത്തുന്നവർ ചിന്തിക്കണം. മണ്ണിൻ്റെ അവകാശം വരും തലമുറയ്ക്കാണ്. ഭാവി ഉപയോഗത്തിനായി ഒരുക്കി വേണം അത് അവർക്ക് നമുക്ക് കൈമാറാൻ. ശാപഭൂമിയായി ഒരിക്കലും അത് കൈമാറ്റം ചെയ്യരുത്. ഉള്ള കൃഷിയിടം ഗവേഷണശാലയാക്കാനുള്ള മനസ്സാണ് വേണ്ടതെന്ന് മോളി പോൾ ഓരോ ഭാരതീയനെയും ഓർമ്മപ്പെടുത്തുന്നു. കാഴ്ചപ്പതിപ്പിൻ്റെ ഈ ലക്കം പൂർത്തിയാവുന്നു. കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും സ്നേഹവും ശാസ്ത്രയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിലാസം: കാഴ്ചപ്പതിപ്പ്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID kaachapadiപ്പ്@jeevan.tv. ടെലിഫോൺ നമ്പർ 8086009211. കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 10:30. നമസ്കാരം.